പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസായി, രണ്ടാം ദിവസം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ പലരും നമ്മുടെ ജീവിതത്തിൽ സഹയാത്രികരായി കയറിക്കൂടുന്നു. അവർ കയറുകയും അവർ വിടവാങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രാ മുഹൂർത്തങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ ഒട്ടനവധിയാണ്. അവരെല്ലാം ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ വെച്ച് നമ്മളെ പിരിഞ്ഞുപോയി. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചവർ, നമ്മുടെ കൂട്ടുകാർ, അങ്ങനെ ഈ ലോക ജീവിത യാത്രയിൽ പലരും നമ്മുടെ ജീവിതത്തിൻ്റെ തോണിയിൽ കയറുകയും ഇടയ്ക്ക് വെച്ച് അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതാ, മോശ തൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തോട് കൂടെ വരാൻ ആവശ്യപ്പെടുന്നു. ഒരിക്കലും ഇറങ്ങിപ്പോകാത്ത വിധം തൻ്റെയോട് കൂടെ ഉണ്ടാകണമെന്ന് മോശ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. മോശയുടെ ആവശ്യം ദൈവം സാധിച്ചു കൊടുക്കുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ നീ പോകുന്നിടത്തൊക്കെ ഞാൻ വരാം. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. ദൈവത്തിൻ്റെ പ്രീതി നേടുകയും ദൈവത്തെ നന്നായി അറിയുകയും ദൈവം നമ്മെ നന്നായി അറിയുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ മുഹൂർത്തമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ദൈവത്തെ അറിയാനും ദൈവം നമ്മെ അറിയുവാനും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവം കൂട്ടിനുണ്ടാവും. ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. കൈപിടിച്ച് നടത്തുന്ന ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ താങ്ങിക്കൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എൻ്റെ കൂടെ വരാൻ മനസ്സാകണമേ. എൻ്റെ കഷ്ടതകളിലും പരീക്ഷണങ്ങളിലും സങ്കടങ്ങളിലും അങ്ങ് വിടവാങ്ങരുതേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.